ഹലോ അസ്സാം വലൈക്കും. നമ്മൾ വന്നിട്ടുള്ള ലോഡർ ഫ്രൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റോടെ വീട്ടിൽ തന്നെ ലോഡർ ഫ്രൈസ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. മക്കൾക്കൊന്നും പുറത്തൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഇതിലോട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. അതിനുള്ള പൊട്ടാറ്റോ കട്ട് ചെയ്ത് നല്ല ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളം വറുത്തെടുക്കാം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിന് പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് ചൂടായതിനു ശേഷം നമ്മൾ പൊട്ടാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി തിളച്ച് വരണം. തിളച്ചോട് കൂടെ തന്നെ നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് വാരി വെക്കണം. ഇത് തിള വന്നു ഇനി നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ഒട്ടും ഈർപ്പമില്ലാതെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊക്കെ കോട്ടിങ് തയ്യാറാക്കേണ്ടതുണ്ട്. ഒട്ടും ഈർപ്പം പാടില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തന്നെ റൈസ് ഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ ഒരു കോട്ടിങ് എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ ചിക്കന് ആഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലോട്ട് ഞാൻ 2 കാടമുട്ടയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വലിയ മുട്ടയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മളെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് എഗ്ഗൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. കൂടുതൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എഗ്ഗൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുട്ട ചേർത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വേറെ മസാലകളായിട്ട് ചേർത്തുള്ളത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇത് ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിന് കോട്ടിങ്ങിന് ചിക്കനിലെ കോട്ടിങ്ങിൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും ചിക്കന് കോട്ടിങ്ങിനായിട്ടുള്ള കുറച്ച് മൈദ 2-3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. അതുപോലെ തന്നെ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അല്പം മുളക് പൊടി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ ചിക്കനെല്ലാം ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഓരോ പീസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു കോട്ടിങ് ആവണ വരെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ കോട്ടിങ് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. ആ ടൈമിൽ തന്നെ നമുക്കിത് കോട്ടിങ് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കൊന്നും വേണ്ട. ഇത് ഫ്രൈ ചെയ്യണ പണിയും കൂട്ടുള്ളൂ. ഒരുപാട് ടൈമൊന്നും വേണ്ട ഇത് സെറ്റാക്കാൻ. അപ്പോൾ ഇതാ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ പൊട്ടാറ്റോ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ചെയ്താൽ മതി. ആ ഓയിൽ തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സോസ് തയ്യാറാക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഞാൻ സോസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സോസിൽ നമ്മൾ ചീസൊക്കെ ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ ചീസൊക്കെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അതൊക്കെ ചേർത്ത് വരുമ്പോൾ. ഈ ചീസൊക്കെ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അത് ചൂടോടെ വേണം നമ്മൾ ഈ ഒരു ലോഡർ ഫ്രൈസിൽ ആഡ് ചെയ്യാൻ കേട്ടോ. കുറച്ച് ചൂടായിട്ട് ആ ഒരു ചൂടോടെ കൂടി ആകുമ്പോഴാണ് ഈ ചീസിൻ്റെ ആ ഒരു ചീസ് മെൽറ്റായി വന്നിട്ടുള്ള ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ വേണം ചേർക്കാൻ.
ഏതായാലും നമ്മൾ ഈ സോസ് തയ്യാറായതിനു ശേഷം നമ്മൾ ഇനി ഇത് സെറ്റാക്കാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അടിയിൽ നിരത്തി വെക്കുക ബൗളിൽ. അതിന് മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്യണത്. എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കുക. മാക്സിമം അത്യാവശ്യം രീതിയിൽ തന്നെ കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും എത്തണ പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി തക്കാളിയാണ് നമ്മൾ ടൊമാറ്റോ ഉണ്ടല്ലോ അത്യാവശ്യം പഴുത്ത് നോക്കിയിട്ട് തന്നെ അതും ചെറിയ രീതിയിൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില സ്പ്രെഡ് ചെയ്യണം നമ്മൾ. അത് കുറേശ്ശെ മതി, അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ചുവയും കൂടുതലായിട്ടുണ്ടാവുക. വെജിറ്റബിളെല്ലാം അധികമൊന്നും ചേർക്കണം എന്നില്ല. എല്ലാ ഭാഗത്തും അങ്ങനെ എത്തണ പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചീസ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു സോസ് ഉണ്ടല്ലോ അതാണ് കുറേശ്ശെ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലിട്ട് ഈ ഒരു മൊസറല്ല ചീസാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതും ഈ സോസിൻ്റെ ചൂടുകൊണ്ട് ചീസ് കൂടി ചൂടായിട്ടുണ്ടാവും. അതിന് മേലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലേക്ക് ഇപ്പോൾ സെറ്റാക്കി അതേപോലെ തന്നെ മേലെ ഒരു കോട്ടി കൂടി കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചേർത്ത സോസ് നമ്മളെ മയണൈസ് ഉണ്ടല്ലോ അതും ടൊമാറ്റോ സോസ് കൂടി മിക്സ് ചെയ്ത് ഈ ഒരു സോസ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുക. അതിൻ്റെ മേലെ ചിക്കൻ പീസ് സ്പ്രെഡ് ചെയ്യാം. ഈ ഒരു ചിക്കൻ പീസ് എല്ലാ ഭാഗത്തും എത്തണ പോലെ തന്നെ ചിക്കൻ പീസും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും നിരത്തി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള സോസ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസും ഇതെല്ലാം കൂടി വരുമ്പോൾ കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ലോഡർ ഫ്രൈസ് ഇവിടെ തയ്യാറായി കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ലോഡർ ഫ്രൈസാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.